അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെയും കേരളത്തിന്റെ വികസന മാതൃകകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടും ഡിവൈഎഫ്ഐ കുണ്ടന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു. ചിറ്റണ്ടയിൽ നിന്നും ആരംഭിച്ച് ചുങ്കത്ത് സമാപിച്ച മാർച്ചിൽ നൂറുകണക്കിന് യുവജനങ്ങൾ അണിനിരന്നു. കേന്ദ്ര BJP സർക്കാർ തുടരുന്ന തൊഴിൽ നിഷേധത്തിനെതിരെ യുവജന പ്രതിഷേധം ഇരമ്പി. ഡിവൈഎഫ്ഐ കുണ്ടന്നൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച യൂത്ത് മാർച്ച് ചൊവ്വാഴ്ച വൈകിട്ട് ചിറ്റണ്ട സെന്ററിൽ നിന്നാണ് ആരംഭിച്ചത്. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS ശ്രീരാജ് ജാഥ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി മിഥുൻ ലാൽ R ക്യാപ്റ്റനായും ജോയിന്റ് സെക്രട്ടറി ആര്യ ES വൈസ് ക്യാപ്റ്റനായും മേഖലാ പ്രസിഡന്റ് അശ്വിൻ US മാനേജറുമായുള്ള ജാഥ വിവിധ യൂണിറ്റുകളുടെ സ്വീകരണം ഏറ്റുവാങ്ങി ചുങ്കം സെന്ററിൽ സമാപിച്ചു. എന്താണ് കേരള ബദൽ? കേന്ദ്ര സർക്കാർ UPSC വഴി കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാവർക്കും ജോലി നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് പോലും തൊഴിൽ കൊടുക്കാതെ 2014 അധികാരത്തിൽ വരുമ്പോൾ എല്ലാവർക്കും പ്രതിവർഷം 2 കോടിയോളം ജോലി വാഗ്ദാനം ചെയ്തിട്ടാണ് 56 ഇഞ്ചിന്റെ നെഞ്ചളവും പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ഇന്ത്യയിൽ ഭരണത്തിൽ അധികാരത്തിലേറിയത്. സമാപന സമ്മേളനം CPIM ഏരിയ സെന്റർ അംഗം S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് സംസ്ഥാനത്താകമാനം ഇതുപോലുള്ള നൈറ്റ് മാർച്ചുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. 1980 പഞ്ചാബിലെ ലുധിയാനയിലാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ രൂപപ്പെടുന്നത്. രാജ്യത്തെ യുവജനത നേരിടുന്ന തൊഴിലില്ലായ്മയ്ക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്ന് നേതാക്കൾ ചടങ്ങിൽ വ്യക്തമാക്കി. You are watching VCV News.